ഞാനേ അടുത്ത പ്രാവശ്യം വരുമ്പോ നിങ്ങൾക്ക് ഇത് പുതിയത് മേടിച്ചരാം. അഥവാ ഇനി കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഞാൻ ഞങ്ങൾ പറഞ്ഞാൽ എത്ര മനോഹരമായ ആചാരങ്ങൾ അതായത് നീ അപ്പം ഉണ്ടാക്കണം, അത് തിരിച്ച് ഇടിയപ്പം ഉണ്ടാക്കി പെണ്ണപ്പമാണ് പെണ്ണാണെന്ന്. പിന്നെ അപ്പത്തിന്റെ കാഠിന്യം കൂടി അപ്പൊ പറഞ്ഞ ആണാണ്. അതല്ല മലപ്പുറത്താണോ ഇവിടുത്താണോ ഇഷ്ടമായത്? അപ്പൊ റെഡി മതിയില്ലേ? പോരല്ലേ? അങ്ങാടിയിൽ പ്ലേറ്റ് വെക്കും. പ്ലേറ്റ് വെക്ക്. നമ്മള് ബഹുമാനപ്പെട്ട സിത്തു സാറ് ആദ്യമായി സ്വന്തം ഭാര്യക്ക് വേണ്ടി ലൈവ് ഒന്നല്ല ലൈവ്. ഞാനേ അടുത്ത പ്രാവശ്യം വരുമ്പോ നിങ്ങൾക്ക് ഇത് പുതിയത് മേടിച്ചരാം. അഥവാ ഇനി കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഞങ്ങൾ തല്ലിയല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ കൈപ്രസുള്ള ഞങ്ങൾക്ക് മാത്രം പണി തരാനായിട്ട് വേണോ അട്ടത്തുനിന്ന് അപ്പുറത്തെ വീട്ടിൽ കാസർഗോഡ് കൊണ്ടേ പണി തരാൻ ഇങ്ങനെ പണി തരുന്നത് ഞാനെന്താ ആടെ പശിട്ട് ഇതിപ്പോ കുറച്ച് കൂടുതൽ മറ്റേ മോഹൻലാല് പറഞ്ഞാൽ എത്ര മനോഹരമായ ആചാരങ്ങൾ. ഇങ്ങനെയുള്ള ആചാരങ്ങൾ വൈകുന്നേരവും ഉണ്ടാവുമോ ആവോ? വൈകുന്നേരം ഉണ്ടാവും. അടി കൊടുത്തിട്ട് ആ കളവൻ പറയുന്ന ഇതിന് മധുവ അടി കൊടുക്കണം, അല്ല മധു അടിച്ചോ പോരാത്. അതങ്ങനെ കൊണ്ടുവരില്ല, ചൗണ്ട കെട്ടി അത് ഒരേ നീളത്തിൽ ഇങ്ങനെ പിരിക്കല് ഞാൻ വില ചെയ്യണ്ടാണ്. ചക്കാരെ നെത്തിനുള്ളിലിടോ? ഈ സൈഡ് ഹലോ കുറച്ചും കൂടി അതെ ബിരിയാണി കഴിക്കുന്ന മൂന്ന് തരണം എന്റെ കൈ അങ്ങനെ കൊണ്ടുപോകില്ല, പൊട്ടലും ചീത്തലും ഉണ്ടാവും. കടുക് വറക്കും പോലത്തെ വാടിന്ന് ശരിയാക്കുക.
ഈ ഭാഗത്ത് കാസർഗോഡ് വേറെ ഇല്ല. പപ്പാ നീ പറയും പ്രസവത്തിന് മുമ്പ് ഇങ്ങനെ കുഞ്ഞല്ലേ ഞാൻ പെണ്ണെ കെട്ടടിക്കുന്നു. ഉമ്മാന്റെ പാട്ട് തിരികെ മാറിയാ തിരികെ സുഖം. അത് പപ്പാക്ക് ചോറ് കൊടുക്കുന്നു. ഇതാണ് അപ്പം സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന്റെ യാതനകളും വേദനകളും നിറഞ്ഞ രോദനം. ഇല്ല കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്താലേ അത് മാത്രല്ല പിന്നെ കുഞ്ഞിനെ നിന്റെ കയ്യിൽ കിട്ടിയെങ്കിൽ അതിന്റെ രാത്രി ഉറക്കം വിളിച്ചിട്ട് കണ്ണിട്ട് ഇതൊന്നും തന്നെയാ ഇടണ്ട. ഒന്നെന്നാ ഈ ചാനലിൽ ആരെ കണ്ടുപിടിച്ചത് ജുബിക്ക് പണ്ടെടുക്കുന്ന പണ്ടെടുക്കുന്ന ചടങ്ങൊന്നുമില്ല. വേണ്ട എനിക്ക് വയ്യ. ഞാൻ തന്നെ നോക്കട്ടെ. എല്ലാ പണിയും ലൈറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടോ? പോകെ പോകെ ഇതിന്റെ ടൈറ്റ് കൂടി വരുന്നതാണ് എന്റെ ഒന്നുള്ളൂ. ഒന്നുകൂടി അമർത്തിയ മൂല ഇനി നിങ്ങൾക്കിപ്പാ അങ്ങനെ ഒരാളെ കൊണ്ട് ലാസ്റ്റ് ഞാൻ തിരിച്ചുതരാം. ഇതാണ് ഇതും ഇവിടുത്തെ ചടങ്ങാണല്ലോ കേട്ടോ. ചടങ്ങാണ് ഇത്. പുതിയാപ്പിള എങ്ങനെയും 2 ഇടിയപ്പം കഴിക്കണം. ഞാന് ഇതൊക്കെ അതെന്തൊക്കെ അറിയാം. ഇത് കറിയല്ല, ഇതിന്റെ പാല്, ഇടിയപ്പവും പാലും. ഇടിയപ്പും പാലും ഇതാണ് ഇവിടുത്തെ അപ്പമംഗലം. ഈ ഇടിയപ്പവും പാലും ഇതിനെ കൊണ്ട് തന്നെ ഉണ്ടാക്കിച്ചിട്ട് ഇതിനെ കൊണ്ട് തന്നെ തീറ്റിപ്പിക്കും. ഞാൻ കഴിച്ചോളാം. മതി മതി. ഒന്നാമത്തെ ബിരിയാണി ഫസ്റ്റ് കയറി അടിച്ചു. നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുകൂടേനോ? പപ്പ അത് പെരും മധുരമാണ്. ഇത് കഴിക്കാൻ കഴിയണില്ല കേട്ടോ. ഫുള്ള് മധുരം. പാല് എന്ന് പറഞ്ഞാണ്ട് ഇതിലേക്ക് എന്താ മധുരമുള്ള സാധനമാണ് ഇട്ടിട്ടുള്ളത് കറിയായിട്ട്. പാലിങ്ങനെ മധുരം ഉണ്ടാവുക. പഞ്ചസാര ഇടും. അല്ല ശർക്കര. യെസ്, ശർക്കര പാലിൽ ഒഴിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ ഓക്കെ. ഇത് തേങ്ങാപ്പാലും ശർക്കരയും ജീരകവും മറ്റേ ഇതില്ലേ ഇലാച്ചി ഇട്ടിട്ടുണ്ടാക്കുന്നത്. ആ ഓക്കെ ഓക്കെ. ഞാൻ എന്തായാലും 2 മസ്റ്റ് ആയിട്ട് കഴിക്കണം. ഇല്ലെങ്കിൽ ജുബി പ്രസവിക്കൂല എന്ന് പറഞ്ഞാണ് എന്നെ കൊണ്ട് തീറ്റിപ്പിച്ചത്. ഇനി 2 പപ്പ കണ്ണിച്ചോറുള്ള സാധനം ഇല്ലല്ലേ? 4 അപ്പൊ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, സത്യത്തിൽ എന്താ ഇവിടെ സംഭവിക്കണത്? ഇതാണ് അപ്പമംഗലം. അതായത് നീ അപ്പം ഉണ്ടാക്കണം, അത് തിരിച്ച് ഇടിയപ്പം ഉണ്ടാക്കി. ഓക്കെ, അത് ഉണ്ടാക്കുക മാത്രല്ല അതിനെ കൊണ്ട് 2 തീറ്റിപ്പിച്ച്. ആ അത് പിന്നെ ആദ്യം മുംതാസ് പറഞ്ഞത് പെണ്ണപ്പാണെന്ന്, പെണ്ണാണെന്ന്. പിന്നെ അപ്പത്തിന്റെ കാഠിന്യം കൂടി അപ്പൊ പറഞ്ഞ ആണാണ്. പപ്പ നമ്മള് പ്രതീക്ഷ ആ കുഴപ്പമില്ല. തെറി സാൽവേസ് നെക്സ്റ്റ് ടൈം ആണല്ലോ അല്ലേ പപ്പ? നമ്മൾ പിന്നെ ട്രൈ ചെയ്യുന്നു. ആ അതെ. എന്തായാലും ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. പക്ഷെ ഇപ്പത്തെ ഉറപ്പ് പറഞ്ഞത് പോലും ആൺകുട്ടിയാണ്. എന്നാ പെൺകുട്ടി പിന്നെ പപ്പന്റെ ഉമ്മ സമ്മതിച്ചില്ല ആൺകുട്ടിന്ന്. പെൺകുട്ടി
രസമായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു സംഭവം. പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല ബാസിക്കാക്ക ഇങ്ങനെ ആ സമയത്ത് ജുബി ഫ്രഷ് ആവാൻ വേണ്ടി പോയി. കാരണം ഒന്നിങ്ങനെ വേർത്തിട്ട് ഫ്രഷ് ആയിട്ട് സാരി എടുക്കാന്ന് പറഞ്ഞിട്ട് അവൾ ആ സമയത്ത് ഫ്രഷ് ആവാൻ പോയിട്ടുണ്ടായിരുന്നു. കാണാൻ മാത്രമുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. എല്ലാരും ഇല്ലേ കറക്റ്റ് പറഞ്ഞാൽ നമ്മള് കോളേജിലൊക്കെ പോയാൽ എല്ലാരും റാഗ് ചെയ്യൂലേ, അതേവരാണ് എടുത്തൂടെ പണിയെടുത്തൂടെ. എന്റെ സുഖപ്രസവത്തിനാണ് പണിയെടുത്തൂടെ. ബബ്ലി ഫാൻസിലാരാ ദാ ഇവനാണ് ഫാൻസ്, നമ്മളെ സായിക്കുട്ടന്. ആ പെൺകുട്ടികള് ഫുള്ള് കമന്റ് ഇപ്പാ സായിയുടെ ഫുൾ നെയിം എന്താ, സായി ഏത് സ്കൂളിലാ പഠിക്കുന്നേ, അത് ചോദിക്കാൻ കമന്റിൽ ആയതുകൊണ്ടെങ്കിൽ അല്പം മടി ഉണ്ടാവും. അല്ലെ ഇവളൊപ്പം കഴിക്കണ്ട. എനിക്കറിയില്ല, ബിരിയാണി കഴിഞ്ഞിട്ട് ഇതും ഇതിക്ക് മധുരമുള്ള പാലും ചേർത്തിട്ട് എന്നെ കൊണ്ട് തീറ്റിപ്പിച്ചത് 2 അപ്പം. ആ ഇനി പപ്പ കൊടുക്ക്. ഓക്കെ ലഡു ഏ
പരിപാടികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ അസ്ലമാപ്പന്റെ വീട്ടിൽ നിന്ന് നേരെ നിസാറാപ്പന്റെ വീട്ടിലേക്ക് വന്നാണ്. തിരിച്ച് ഞങ്ങൾ പോവാട്ടോ, നാട്ടിലേക്ക് പോവാണ്. നമ്മള് സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മള് തിരിച്ച് മലപ്പുറത്തേക്ക് പോവാണ്. എങ്ങനെയുണ്ടായിരുന്നു ചൂന്നത്ത്? അടിപൊളിയായിരുന്നു. ചൂട് സഹിക്കാൻ പറ്റാത്ത മലപ്പുറത്താണോ ഇവിടുത്താണോ ഇഷ്ടമായത്? ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഭയങ്കര രസമായിരുന്നു അല്ലേ? നല്ല വ്യത്യസ്തമായ ആചാരങ്ങളല്ല. ഇന്നെ പണിയെടുപ്പിക്കുന്ന വീഡിയോ ആ സമയത്ത് ചുറ്റി മാറ്റായിരുന്നു. വീഡിയോ കണ്ട് ചിരിച്ചു മരിക്കും. ഫുള്ള് രസമായിരുന്നു. അപ്പൊ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോ ഞാൻ നാട്ടിലേക്ക് ഉണ്ടാവാം. നാട്ടിൽ നിന്നുള്ള വ്ളോഗിങ് ആണ്.